CPMന്റെ പാർട്ടി സെക്രട്ടറിമാർ സാധാരണ അവർ ഭരണത്തിലൊന്നും ഇല്ലാതിരിക്കുന്ന ആളുകൾ വലിയ തോതിലുള്ള വിവാദങ്ങളിൽ പെടാറില്ല. അല്ലെങ്കിൽ വിവാദങ്ങളിൽപ്പെട്ടാലും അവരുടെ നേരെ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങളൊന്നും വരാറില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉന്നയിക്കാൻ കഴിയാത്തവരായിരുന്നു CPMന്റെ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടി സെക്രട്ടറിമാർ. അവർ ചടയൻ ഗോവിന്ദനാണെങ്കിൽ VS അച്യുതാനന്ദൻ വരെയൊക്കെ നമുക്ക് ഏതാണ്ട് ആ കൂട്ടത്തിൽ കൂട്ടാം. പക്ഷെ അതിന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറിയായി വരുമ്പോൾ പിന്നീട് ചില അദ്ദേഹത്തിൻ്റെ മക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങളൊക്കെ തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും. കാരണം ബിനീഷ് കോടിയേരി ഒരു ലഹരി മരുന്ന് കടത്ത് കേസിലും അതിനെ ഫണ്ട് ചെയ്തു എന്നുള്ള കേസിലൊക്കെ പെട്ട് നിരവധി വർഷങ്ങളോളം അദ്ദേഹത്തിന് കർണാടകയിൽ തന്നെ ജയിലിൽ കഴിയേണ്ടി വന്നു. അപ്പോൾ അതിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള ഒരു സെക്രട്ടറിയാണ് നമുക്കറിയാം ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്നത്. ഈ ഗോവിന്ദൻ മാസ്റ്റർ വലിയ സൈദ്ധാന്തികനും താത്വികനൊക്കെയാണ് അറിയപ്പെട്ടിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഒരു യാത്ര നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജൊക്കെ തന്നെ ഇടിഞ്ഞിരുന്നു. കാരണം അത്രത്തോളമൊന്നും അറിവില്ലാത്ത ഒരാളാണ് എന്ന് പറയുന്ന ഒരു സാമാന്യ ബോധം ജനങ്ങളിലേക്ക് എത്തിയിരുന്നു. ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ വിചിത്രമായ കാര്യമാണ്. ഒരു കത്ത് വിവാദം, ആ രേഖകൾ പുറത്തേക്ക് പോയത് CPMനെ അങ്ങേയറ്റം പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കത്ത് വിവാദത്തിലെ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെ ഓർമ്മയുണ്ടാവും. ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിൽ വെച്ചിട്ട് മറുനാടൻ ഷാജനെ പുറകിൽ നിന്ന് വന്ന് അടിച്ചു എന്ന് പറയുന്ന ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള രാജേഷ് കൃഷ്ണയാണ്. അങ്ങനെ അടിക്കാനൊന്നും ആർക്കും കഴിയില്ല. കാരണം അത് ലണ്ടനിലെ എയർപോർട്ടാണ്. അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് പോരില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ അദ്ദേഹം വന്ന് പുറകിൽ വന്ന് മറുനാടൻ ഷാജനെ തെറി പറയുകയും ആ തെറി പറഞ്ഞത് വീഡിയോ ആയിട്ട് എടുത്ത് പുറത്തേക്ക് ഇടുകയൊക്കെ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ടാവും. ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾ മധുരയിലെ പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രതിനിധിയായിരുന്നു എന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കണം. അപ്പം തന്നെ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ അന്ന് ഈ രാജേഷ് കൃഷ്ണക്കെതിരെ മുഹമ്മദ് ഷർഷാദ് എന്ന് പറയുന്ന ഒരു മാഹിക്കാരൻ അദ്ദേഹം കൊണ്ടുവന്ന് ചില പരാതികൾ കൊടുത്തു. ആ പരാതി യഥാർത്ഥത്തിൽ അപ്പം കൊടുത്തതല്ല, നേരത്തെ 2022 പരാതി കൊടുത്തിരുന്നതാണ്. പക്ഷേ ആ പരാതി അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള അശോക് ധാവളേക്ക് കൊടുക്കുകയും പൊളിറ്റ് ബ്യൂറോയ്ക്ക് അത് മനസ്സിലാകാൻ വേണ്ടി അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അന്ന് കൊടുത്തിട്ടുള്ള ചില പരാതികൾ 22 പേജുള്ള പരാതി പിന്നീട് പുറത്തേക്ക് വന്നിരുന്നു. ആ പുറത്തേക്ക് വരികയും പിന്നീട് ഏറ്റവും ഒടുവിൽ അനിത സാധാരണമായ രീതിയിൽ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ പൊളിറ്റ് ബ്യൂറോ അടിയന്തരമായി യോഗം ചേരുകയും ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരാളെ ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കത്താണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആ കത്ത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ആരോപണങ്ങൾ അടങ്ങുന്ന ഒരു കാര്യമാണ്. അതിലേതാനും ചില ഭാഗങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ആധികാരികമായി പുറത്തേക്ക് വന്നതിൻ്റെ പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതകൾ മറനീക്കി പുറത്തേക്ക് വരുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ വലിയ തോതിലുള്ള പടയൊരുക്കം നടത്തുന്നു. കാരണം ഈ നേരത്തെ പറഞ്ഞ MV ഗോവിന്ദൻ മാസ്റ്ററും ഭാര്യയും കൂടി ഒരു പ്രശസ്തനായിട്ടുള്ള ജോത്സ്യനെ ചെന്ന് കാണുകയും ആ ജോത്സ്യനാണ് AKG സെൻറ്ററിലേക്ക് പോലും കയറുന്നതിൻ്റെ സമയം തീരുമാനിച്ചതെന്നും കേരളത്തിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരു നേതാവിൻ്റെ വ്യക്തിപരമായിട്ട് നിൽക്കുന്ന പേഴ്സണൽ ജോത്സ്യനാണ് അദ്ദേഹം എന്നുമുള്ള പരാമർശങ്ങളൊക്കെ തന്നെ നമ്മുടെ പുറത്തേക്ക് വന്നിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യം പുറത്തേക്ക് വരുന്നത്. ഈ രേഖകൾ പറയുന്നത് CPMൻ്റെ ഒരു ചരിത്രം കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഈ രേഖയിൽ പറയുന്നൊരു കാര്യം, ശ്യാംജിത്ത് എന്ന് പറയുന്ന നമ്മുടെ രഞ്ജിത്തിൻ്റെ അസിസ്റ്റൻ്റായി ജോലി ചെയ്തിരുന്ന, രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ സിനിമാ സംവിധായകനായിട്ടുള്ള രഞ്ജിത്തിൻ്റെ അസിസ്റ്റൻ്റായി ജോലി ചെയ്തിരുന്ന ശ്യാംജിത്ത് എന്ന് പറയുന്ന ഒരാൾ, ആ ശ്യാംജിത്ത് എന്ന് പറയുന്ന ഈ ആൾ ഈ പറയുന്ന MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകനാണ്. ആ ശ്യാംജിത്ത് ചില സാമ്പത്തിക ഇടപാടുകളിലൊക്കെ പെട്ടിരുന്നുവെന്നും ആ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ തമ്മിൽ ബന്ധപ്പെടുന്നതെന്നും ആദ്യം ചില പാർലമെൻറ്റ് കാണാനുള്ള പാസിന് വേണ്ടി ബന്ധപ്പെടുന്നു. ആ ബന്ധപ്പെടുമ്പോഴാണ് രാജേഷ് കൃഷ്ണയെ വിളിക്കൂ എന്ന് ശ്യാംജിത്ത് പറയുന്നത്. രാജേഷ് കൃഷ്ണ ഉടനെ തന്നെ PK ബിജുവിനെ വിളിക്കുകയും PK ബിജുവിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ഇവർക്ക് വേണ്ടി ഡൽഹിയിലുള്ള ഇവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഈ പറയുന്ന പാർലമെൻറ്റ് കാണാനുള്ള പാസിന് സൗകര്യമൊരുക്കുകയൊക്കെ ചെയ്തു. ഈ ഷർഷാദ് എന്ന് പറയുന്ന ആളുടെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ പുഴു എന്ന് പറയുന്ന മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള സിനിമയുടെ സംവിധായികയാണ്. ആ സംവിധായികയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിരുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇപ്പോൾ ഭാര്യയല്ല. കാരണം ഈ രാജേഷ് കൃഷ്ണയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള പരിചയം മൂലം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾ ലണ്ടനിൽ ഒരു സ്റ്റുഡൻറ്റ് വിസയുമായി പോയതാണെന്നും പിന്നീട് ഡിപ്പെൻഡൻറ്റ് വിസയിൽ അവിടെ ചെന്ന ഒരാളാണെന്നും അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ വലിയ സമ്പന്നനായി മാറിയിരിക്കുന്നുവെന്നും എൻ്റെ ഉപ്പാപ്പൊക്കൊരു ആന ഉണ്ടായിരുന്നു പോലെയുള്ള പുഴുവടക്കമുള്ള സിനിമകളൊക്കെ തന്നെ അദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതുമാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിലൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതൊക്കെ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഷർഷാദ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഷർഷാദ് ഈ രാജേഷ് കൃഷ്ണയെ കാണുന്നത് കേരളത്തിലൊരു വലിയ മുതലാളിയുടെ കയ്യിൽ നിന്നും ഈ ശ്യാംജിത്ത് എന്ന് പറയുന്ന ഗോവിന്ദൻ മാഷ്ട മകൻ ചില പണം മേടിച്ചുവെന്നും ആ പണം മേടിച്ചത് തിരിച്ചു കൊടുക്കാതിരുന്നുവെന്നും തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ മുതലാളിയുടെ ഭാഗത്തുള്ളൊരു മീഡിയേറ്റർ എന്നുള്ള നിലക്ക് ഷർഷാദ് രംഗത്തെത്തുകയും
നേരെ തിരിച്ച് ഈ ഗോവിന്ദൻ മാഷ്ടർ ആളായിട്ട് രാജേഷ് കൃഷ്ണ വരികയും ചെയ്തു. അങ്ങനെ രാജേഷ് കൃഷ്ണ വരുമ്പോഴാണ് ഇവർ തമ്മിൽ നേരിട്ട് കാണുന്നത്. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ ഫോണിലൂടെയൊക്കെയുള്ള പരിചയമുണ്ട്. ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾ PK ബിജുവിൻ്റെ വളരെ അടുത്തൊരാളാണ്. ആലത്തൂർ അദ്ദേഹം മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വലിയ പ്രധാനപ്പെട്ട റോളുകൾ വഹിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു സഖാവാണ്. ഇതുകൂടാതെ അദ്ദേഹത്തിന് തോമസ് ഐസക്കുമായിട്ടും അതുപോലെ ശ്രീരാമകൃഷ്ണനുമായിട്ടും MP രാജേഷുമായിട്ടും അങ്ങനെ നിരവധി പ്രമുഖരായിട്ടൊക്കെ തന്നെ വലിയ ബന്ധമുണ്ട്. ഈ ഷർഷാദിൻ്റെ തന്നെ ഒരു പ്രശ്നം ബാങ്കിലുണ്ടായപ്പോൾ ആ ബാങ്കുകാർ പോലും പറഞ്ഞത് വിസ്മയമാണ് എന്നാണ്. കാരണം ആ ബാങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വിളിച്ചത് അന്നത്തെ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കാണ്. അപ്പോൾ തോമസ് ഐസക്കിന് ഇയാൾക്ക് വേണ്ടി വിളിക്കുന്നു എന്നൊക്കെ ഉള്ളത് ആളുകൾക്ക് വലിയ അത്ഭുതമായി തോന്നിയിരുന്നു. അല്ലെങ്കിൽ ഇനി അവിടെ ഇരിക്കുന്ന ബാങ്ക് മാനേജർ വല്ല സഖാവാണെങ്കിൽ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ഇത്തരം ലെവലുകളിലേക്ക് പാർട്ടി അധപ്പതിച്ചല്ലോ എന്നുള്ള നിലക്ക് തോന്നിയിട്ടുണ്ടാവും. എന്താണെങ്കിലും ശരി, അത്തരത്തിലുള്ള അത്ഭുതങ്ങളൊക്കെ ആദ്യം കഴിക്കുകയും പിന്നീട് ഇവർ നേരിട്ട് കാണുകയും പിന്നീട് കുടുംബപരമായി തന്നെ സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഷർഷാദിൻ്റെ ഭാര്യ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിന് ശേഷം അദ്ദേഹം നിരവധി പരാതികൾ ഈ രാജേഷ് കൃഷ്ണക്കെതിരെ പാർട്ടിയിൽ കൊടുത്തിരുന്നു. പക്ഷെ ആരും തന്നെ നടപടികളൊന്നും എടുത്തിരുന്നില്ല. റഹീം ഇദ്ദേഹത്തോട് മിണ്ടാൻ പോലും തയ്യാറായില്ല. മറ്റു ചിലരൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു, MP രാജേഷൊക്കെ തന്നെ. അതുപോലെ സ്വരാജ് പറഞ്ഞു ഇവൻ ഫ്രോഡാണെന്ന് എനിക്ക് നേരത്തെ അറിയാം, ഇത് എൻ്റെ ഭാഷയല്ല കേട്ടോ, ഷർഷാദിൻ്റെ ഭാഷയാണ്, ഫ്രോഡാണെന്ന് നേരത്തെ അറിയാം, അതുകൊണ്ട് ഞാൻ അവനുമായിട്ടൊരു ബന്ധവും സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. KN ബാലഗോപാലിൻ്റെ മകളെ വിദേശത്ത് പഠിക്കാൻ വേണ്ടി UK പോയപ്പോൾ ഇവൻ്റെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കാമെന്നാണ് പറഞ്ഞിരുന്നതെന്നും പക്ഷേ ഇത്തരം പരാതികൾ ചെന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി, അദ്ദേഹം ബൈ ചാൻസിന് രക്ഷപ്പെട്ടു എന്നുമൊക്കെയാണ് ഷർഷാദ് പറയുന്നത്. ഇത്തരം ആരോപണങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. കൂടാതെ ഈ രാജേഷ് കൃഷ്ണ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ് നടത്തുന്ന ഒരു സ്ഥാപനം ചെന്നൈയിലുണ്ടെന്നും ഒരു സർവീസാണെന്നും അതിൻ്റെ ചുമതലകൾ ഈ ഷർഷാദ് ഏറ്റെടുത്തിരുന്നെന്നും അതിലൂടെ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളിലേക്ക് പണമൊഴുക്കിയെന്നും അത് റിവേഴ്സ് ഹവാലയാണെന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഘട്ടം പരിശോധിക്കണമെങ്കിൽ CPM എങ്ങനെയാണ് ഈ ലെവലിലേക്ക് എത്തിയത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക. നേരത്തെ പിണറായി വിജയൻ്റെയൊക്കെ മക്കൾ പഠിക്കുന്ന സമയത്ത് അവരൊരാൾ SCMSൽ പഠിച്ചതാണ്, വിവേക് എന്ന് പറയുന്ന മകൻ. അതിനുശേഷം നമുക്കറിയാം മകൾ പഠിച്ചത് കോയമ്പത്തൂരിലാണ്. ആ കോയമ്പത്തൂരിൽ ആ സീറ്റ് റെഡിയാക്കി കൊടുത്തത് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഈ പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള പ്രമുഖനായിട്ടുള്ള വലിയ ഹോട്ടൽ മുതലാളിയും വ്യവസായിയുമാണ്. അപ്പോൾ അങ്ങനെ ആദ്യമേ തന്നെ ചെറിയ ചെറിയ ശുപാർശകളിലൂടെയൊക്കെയാണ് CPM തുടങ്ങിയതെങ്കിൽ പിന്നീട് നമുക്കറിയാം അതിനു മുമ്പുള്ള പാർട്ടി സഖാക്കളൊക്കെ അവരുടെ കാറിൽ പോലും സ്വന്തം മക്കളെ പോലും കയറ്റില്ലായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ചടയൻ ഗോവിന്ദൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ മക്കളെ പോലും സ്വന്തം കാറിൽ കയറ്റാൻ തയ്യാറാവില്ല, കാരണം അത് പാർട്ടിയുടെ കെയറാണ്, പാർട്ടി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധിയൊക്കെ കാണിച്ചു. പിന്നീട് അതിൽ നിന്ന് മാറിക്കൊണ്ട് പാർട്ടിയുടെ മക്കൾക്കൊക്കെ ശുപാർശയിലൂടെ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടാം എന്നുള്ള ലെവലിലേക്ക് എത്തി. അതിനുശേഷം പിന്നീട് പാർട്ടി കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പഠിച്ചു കഴിഞ്ഞിറങ്ങി ജോലിയില്ലാതെ നിൽക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞത് ലീല ഗ്രൂപ്പ് ഹോട്ടൽസിൻ്റെ ഉടമയാണ് കൃഷ്ണൻ നായർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് പറയുകയും അദ്ദേഹം അമൃതയിൽ ഒരു സീറ്റ് തരപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് വീണ വിജയൻ അവിടെ പഠിച്ചിറങ്ങിയത്. ഈ SCMSലൊക്കെ പഠിക്കണമെങ്കിൽ വലിയ പണം ചിലവാക്കണമായിരുന്നു. ആരാണ് ആ പണം മുടക്കിയതെന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ചൊക്കെ തന്നെ ബെർലിൻ കുഞ്ഞൻ തന്നെ പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ശുപാർശകളിലൂടെയൊക്കെ തന്നെ തുടങ്ങുകയും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പഠിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോൾ എവിടെയാണ് ജോലി ചെയ്തത് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കണമല്ലോ. ബിനീഷ് കൊടിയേരി എന്ന് പറയുന്ന ഒരു ആൾ പഠിച്ചു കഴിഞ്ഞിറങ്ങുന്നു, അപ്പം തന്നെ രവി പിള്ളയുടെ ഗ്രൂപ്പിൽ സീനിയർ വൈസ് പ്രസിഡൻ്റായിട്ട് ജോലി കിട്ടുന്നു. അത് തന്നെ വലിയ അതിശയമാണ്. കാരണം അത്തരത്തിൽ ആർക്കെങ്കിലും പെട്ടെന്നൊരു വൈസ് പ്രസിഡൻ്റായിട്ട് ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പിന്നീട് നമുക്കറിയേണ്ടത് ഉടനെ തന്നെ ഈ പറയുന്ന വീണ വിജയൻ പഠിച്ചു കഴിഞ്ഞിറങ്ങുന്നു, പിണറായി വിജയൻ്റെ മകൾ. അപ്പം തന്നെ RP ഗ്രൂപ്പിൻ്റെ തന്നെ ടെക് കമ്പനിയിൽ CEO ആയിട്ട് ജോലി കിട്ടുന്നു, അതിനേക്കാൾ വലിയ പൊസിഷനുകളിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതൊക്കെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാടിന് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. കാരണം കോവളത്തെ കൊട്ടാരം ഏതാണ്ട് RP ഗ്രൂപ്പ് ഏറ്റെടുത്തിരുന്നു ആ സമയം കൊണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് ശരിയാണെങ്കിൽ EK നായനാരുടെ ഒരു മകൻ തന്നെ ചോയ്സ് ഗ്രൂപ്പിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. പിന്നെ VS അച്യുതാനന്ദൻ്റെ മകനുമടക്കം കൊയർ ബോർഡിൻ്റെ ചെയർമാനായിട്ടും അതുപോലെ ഒരു ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് കമ്പനിയുടെ സോണൽ ഹെഡായിട്ടുമൊക്കെ വരുന്നതുമൊക്കെ എൻ്റെ ഓർമ്മകളിലുണ്ട്. പിന്നെ IHRD ഡയറക്ടർ ആകുന്നതുമൊക്കെ എൻ്റെ ഓർമ്മകളിലുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിൽ പാർട്ടി നേതാക്കളുടെയൊക്കെ മക്കളൊക്കെ വലിയ പൊസിഷനുകളിലേക്ക് ചെല്ലുകയും ചിലരൊക്കെ ഒരു ജോലിയെടുത്ത് ജീവിക്കാനുള്ള ജോലി മാത്രം സമ്പാദിക്കുകയും എന്നാൽ മറ്റു ചിലരൊക്കെ ആ ജോലിക്കും അപ്പുറത്ത് പിന്നീട് അതിനെ പോലും തികയാഞ്ഞിട്ട് അവർ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുകയും കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നൊക്കെ അടക്കം പണം നിരവധി കൈപ്പറ്റുകയും ഒക്കെ ചെയ്തതിൻ്റെ കഥകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന CPM എന്ന് പറയുന്നതിൻ്റെ വിശ്വാസ്യത ഇങ്ങനെ പതുക്കെ മാറിപ്പോവുകയും യഥാർത്ഥത്തിൽ അവർ ലെഫ്റ്റ് പാർട്ടിയാണോ റൈറ്റ് പാർട്ടിയാണോ എന്നൊരു സംശയം തോന്നുകയും ഈ പറയുന്ന നേരത്തെ അവർ വളരെയധികം ശക്തിയായി എതിർത്തുകൊണ്ടിരുന്ന ഭൂവുടമകളെയും അതുപോലെ തന്നെ മുതലാളിമാരുടെയും ഒക്കെ പാർട്ടിയെ അവർ മാറുകയും
പ്രോലിറ്റേറിയൻസിനെയും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളെയും ഒക്കെ അവർ കൈവിടുകയും അല്ലെങ്കിൽ അതൊക്കെ പേരിലും ഈ പറയുന്ന പോലെ സംസാരത്തിലും മാത്രമായി തീരുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ദാരുണമായിട്ടുള്ള അധപ്പതനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സെഗ്മെൻ്റാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ചില സീരിയലുകളൊക്കെ നമുക്കറിയാമല്ലോ, പല ഓടി ഓടി ഏറ്റവും ഒടുവിലെത്തുമ്പോഴാണ് ഈ പറയുന്ന പോലെ സീരിയലുകളിലൊക്കെ എൻഡ് ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ദാരുണമായിട്ടുള്ള വളരെ കോമിക്കായിട്ടുള്ള ചില എൻഡുകളിലേക്ക്, വളരെ സഹതാപം അർഹിക്കുന്ന എൻഡുകളിലേക്കൊക്കെ എത്തിച്ചേരും. യഥാർത്ഥത്തിൽ നിങ്ങളൊന്നറിയണം, നേരത്തെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും എതിരെയാണ് അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ നേരെയും വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങൾ വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഉപയോഗിച്ചാണ്, അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചാണ് ഇത്തരം പണികൾ നടത്തിയതെന്നും അദ്ദേഹത്തിൻ്റെയൊക്കെ പണം മറ്റു വിദേശ രാജ്യങ്ങളിൽ ഉണ്ടെന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് റിവേഴ്സ് ഹവാലയായി കൊണ്ടുവരുന്നു എന്നുമൊക്കെയുള്ള ചില ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതൊക്കെ അസംബന്ധമാണെന്നാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ ഭാര്യയും ഒക്കെ കൂടി പലപ്പോഴും ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യാറുള്ളത് 80,000 രൂപ കൊടുത്താൽ നമുക്ക് ടിക്കറ്റ് കിട്ടുമെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി കൊടുക്കണം. 2,40,000 രൂപ കൊടുത്താൽ മാത്രമേ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ കഴിയൂ. സാധാരണക്കാരും തന്നെ പെട്ടെന്ന് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കില്ല. അത്തരത്തിൽ ബിസിനസ് ക്ലാസ്സുകളിലേക്ക് യാത്ര ചെയ്യേണ്ട രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്തരം സുഖ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലുകളിലേക്ക് ഗോവിന്ദൻ മാസ്റ്ററും പാർട്ടി സെക്രട്ടറിയും ഒക്കെ മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ വലിയ പണം വേണം. ആ പണത്തിന് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവതാരങ്ങളെ കൂട്ടുപിടിച്ചേ പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അവതാരങ്ങളെ കൂട്ടുപിടിക്കുകയും പിന്നെ അവതാരങ്ങൾക്കെതിരെ സംസാരിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി നമുക്കുണ്ട്. ഇപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറിയെ കൂടി കിട്ടിയിരിക്കുന്നു. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി ചുമതലയേറ്റപ്പോൾ ഒരു തരത്തിലുള്ള അഴിമതിയും വെച്ച് ഉറപ്പിക്കില്ലെന്നും കർശനമായിട്ടുള്ള നടപടികൾ എടുക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയതെങ്കിൽ ഇതൊക്കെ ഈ പറയുന്ന പോലെ കണ്ണിൽ പൊടിയിടാനുള്ള യഥാർത്ഥത്തിൽ CPMൻ്റെ ഒരു മെൻ്റലിസമായിരുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത്തരത്തിലുള്ള അധപ്പതനത്തിലേക്ക് CPM എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിവാദങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്.